ഞാൻ ഇന്നലെ ജസ്റ്റിയോട് പറഞ്ഞു തന്നേ, ജസ്റ്റ് ഓശാന ഞായറാഴ്ചയൊക്കെ അല്ലേ നമുക്ക് മലയാളം കുർബാനയ്ക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഓശാനയൊക്കെ ആയിട്ടൊരു മലയാളം കുർബാന കൂടിയില്ലേ പിന്നെ എന്നാ അല്ലേ. അപ്പോഴാണ് ഈ ജസ്റ്റിക്ക് ഭയങ്കര ഡിമാൻഡ്. മലയാളം കുർബാന കുറേ മണിക്കൂർ ഉണ്ടാവും. അത് തന്നെ ഇപ്പം ഔട്ട്ഡോർ ഒന്നും ഇല്ല. ഇപ്പം ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇൻഡോർ മാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മലയാളം കുർബാനയ്ക്ക് പോണേ കുറേ മണിക്കൂർ നേരത്തെ പോകണം, സീറ്റെങ്കിലും കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് മുടക്കി. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് മാസിനാണ് പോയത് കേട്ടോ. ഇംഗ്ലീഷ് മാസിന് എന്നിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നേ. 4:30 കുർബാനയ്ക്ക് 4 പള്ളി ചെന്നിട്ട് പോലും കഷ്ടി മുഷ്ടിയ സീറ്റ് കിട്ടുന്നത് കേട്ടോ. ഇത് കണ്ടോ, പള്ളി ചെന്നപ്പോൾ കുരുത്തോല, ബാക്കി ഫിലിപ്പിനോസും മറ്റുള്ള നാഷണാലിറ്റീസും ഒക്കെ കുരിശോല കൊണ്ട് കുരിശുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ജേഡുവിനും കുരിശ് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത കുരിശാണിത്. എനിക്ക് പള്ളിയായിപ്പോൾ അല്ലേ പറയണമെന്നുണ്ട്, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് ഞാൻ ജേഡുവിനോട് പറഞ്ഞ ആ പള്ളിയിൽ ഓരോടെ കൊടുക്കുക, അവരുണ്ടാക്കി തരുമെന്ന്. ഇതാണേ നമുക്ക് കിട്ടിയ ഓലയെ. ഇത് തെങ്ങിൻ്റെ ഓലയല്ല കേട്ടോ, ഇവിടെ കിട്ടുന്നത് ഈ ഈന്തപ്പനയുടെ ഓലയാണേ. പക്ഷെ മലയാളം മാസത്തിനാണ് പോകുന്നെങ്കിൽ നാട്ടിൽ നിന്ന് അവർ നമ്മുടെ കുരുത്തോല തന്നെ കൊണ്ടുവന്ന് തരികയായിരുന്നു കേട്ടോ എല്ലാ വർഷവും. ഈ പ്രാവശ്യം അത് തന്നെയായിരുന്നു കുരുത്തോല. ഇത് കണ്ടില്ലേ, എല്ലാവരും ഓലയും കൊണ്ട് കുരിശുണ്ടാക്കി വെച്ചേക്കുന്നേ. ഇതാണ് കൊച്ചു ഉദ്ദേശിച്ചത്. പക്ഷെ ജസ്റ്റ് ഉണ്ടാക്കി വന്നപ്പം വേറൊരു കോലത്തിലായി പോയെന്നേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് കിട്ടുന്നത് ഈ ഈന്തപ്പനയുടെ ഓലയാണേലും വേറുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരുടെയിലും എസ്പെഷ്യലി ഫിലിപ്പിനോസിൻ്റെയിലും അല്ലാത്തവരുടെയിലും ഒക്കെ വേറൊരു തരം ഇലയുണ്ട് കേട്ടോ. അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അത് അവിടെ പള്ളിയുടെ പുറത്ത് ആൾക്കാരിങ്ങനെ കൊടുക്കുന്ന കേട്ടോ. എന്നിട്ടത് പിന്നെ പള്ളി വന്നിട്ട് ബ്ലെസ് ചെയ്തെടുക്കുന്നതാണേ. ചിലപ്പോൾ ഫിലിപ്പീൻസിലൊക്കെ ആ ഇലയായിരിക്കും അല്ലേ. പള്ളിയിൽ നിന്നപ്പോഴാണല്ലോ എനിക്ക് അപ്പോഴേ അങ്ങ് സങ്കടമായിരുന്നേ. ഒന്ന് മലയാളം കുർബാനയ്ക്ക് പോയല്ലോ എന്നുള്ള സങ്കടം. പിന്നെ ഈ ഹോളി വീക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലൊക്കെ നമ്മളെപ്പോഴും പള്ളിയും പാട്ടും ബഹളവും, പ്രത്യേകിച്ച് ഈ ഹോളി വീക്കുകളിൽ എല്ലാ ദിവസവും തന്നെ പാട്ട് കുർബാനയും പ്രാക്ടീസും ഒക്കെ ആണല്ലോ. ആ ഓർമ്മയൊക്കെ വന്നു കേട്ടോ. ആ ഒരു നൊസ്റ്റൊന്നുമേ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയാൽ കിട്ടുകയല്ലേ സത്യം പറഞ്ഞാൽ. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ ആ പഴയ നൊക്ലാജിയൊക്കെ വരണമെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട പാട്ടുകളും കുർബാനയൊക്കെ കൂടണ്ടേ. സാരമില്ലല്ലേ, ഉണ്ടായിട്ട് കൂടാതിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യം. ഈ ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോലയില്ലേ, ഈ ഓല വെച്ചിട്ടാണ് പെസഹ വ്യാഴാഴ്ച നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണ്ടയിൽ കുരിശ് വെക്കുന്നത് കേട്ടോ. അപ്പത്തിന് മണ്ടയിലും വെക്കും, പാലുണ്ടാക്കുമ്പോൾ അതിൻ്റെ മണ്ടയിലും വെക്കുവേ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ. ജസ്റ്റിയുടെ മമ്മി മരിച്ച വർഷമായിരുന്നേ. പിന്നെ എൻ്റെ പപ്പായുടെ പെങ്ങളും മരിച്ചതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയില്ല. ഈ വർഷം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹമേ. അപ്പം ശരിയെന്നാൽ പോയച്ചും വരാം.